ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. ഇനി ബാങ്ക് ജോലി എന്നത് ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ഇനി അത് റെഫർ ചെയ്ത് പഠിച്ചാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും നമുക്ക് പഠിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഓരോ പാർട്ടായി ഞങ്ങൾ ഇവിടെ ഇറക്കുന്നുണ്ട്. ഏത് വർഷമാണോ ചോദ്യം വന്നത് ആ വർഷമടക്കം നിങ്ങൾക്കായി ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി 2015 ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. Quorum of Managing Committee in Section Dash of KCS Act. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സെക്ഷൻ 28 സബ്സെക്ഷൻ 5. രണ്ടാമത്തെ ചോദ്യം, CHF in Canada is related to Dash Societies. ഉത്തരം ഹൗസിംഗ് സൊസൈറ്റീസ്. 2018 ഈ ചോദ്യം വന്നിരിക്കുന്നത്. മൂന്നാമതായി, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നാണ് ചോദ്യം. തിരുവനന്തപുരമാണ് ഉത്തരം. ഈ ചോദ്യം 2012 ചോദ്യപേപ്പറിലാണ് വന്നിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ക്യാഷ് ഫ്ലോട്ട് ഈസ് ഓൾസോ കോൾഡ്. ഉത്തരം ഇംപ്രസ്ഡ് എമൗണ്ട്. 2017 ഈ ചോദ്യം വന്നിരിക്കുന്നത്. അടുത്തതായി അഞ്ചാമത്തെ ചോദ്യം, റിസർവേഷൻ ഫോർ വുമൺ മെമ്പേഴ്സ് ഈസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. സെക്ഷൻ 28A ആണ് ഉത്തരം. ഈ ചോദ്യം വന്നിരിക്കുന്നത് 2015 ചോദ്യപേപ്പറിലാണ്. അടുത്തതായി ആറാമത്തെ ചോദ്യം, ഓഡിറ്റിംഗ് ഈസ് ഡാഷ് ഓഫ് അക്കൗണ്ടിംഗ് ടു ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ്നെസ് ഓഫ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇറ്റ്. കറക്റ്റ്നെസ് കണ്ടുപിടിക്കുന്നത് വെരിഫിക്കേഷനാണ്. ഉത്തരം വെരിഫിക്കേഷൻ. 2019 കഴിഞ്ഞ വർഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അടുത്തതായി ഏഴാമത്തെ പോയിന്റാണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഈസ് എ ഡാഷ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ലയബിലിറ്റിയാണ്. 2017 ഈ ചോദ്യം വരുന്നത്. അടുത്തതായി എട്ടാമത്തെ ചോദ്യം, പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദി ഡ്യൂട്ടി ഓഫ്. അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ഉത്തരം മാനേജിംഗ് കമ്മിറ്റി. 2015 ഈ ചോദ്യം ചോദിക്കുന്നത്. 8th കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് കണ്ണൂർ. 8ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നത് കണ്ണൂരാണ്. 2018 ഈ ചോദ്യം ചോദിക്കുന്നത്. അടുത്തതായി ഒരു പ്രധാനപ്പെട്ട ചോദ്യം, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് ദി റെക്കമെൻഡേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആരുടെ റെക്കമെൻഡേഷൻ ആണ് എന്നാണ് ചോദ്യം. ഉത്തരം റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി.
2018 ഈ ചോദ്യം വരുന്നത്. അടുത്തതായി 11ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദം ഈസ് റിലേറ്റഡ് വിത്ത് ഇൻസ്പെക്ഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് KCS ആക്ട്? എ. ഇൻക്വയറി റിപ്പോർട്ട് ഓഫ് വിജിലൻസ് ഓഫീസർ, റിപ്പോർട്ട് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, റിപ്പോർട്ട് ഓഫ് an arbitrator, an application from a creditor of the society. Which one of them is related with inspection under section 66 of KCS Act? An application from a creditor of the society ആണ് ഉത്തരം. 2019 ഈ ചോദ്യം വരുന്നത്. The year in which headquarters of ICA transferred to Geneva. ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് മാറ്റിയ വർഷമാണ് 1982. 2012 ഈ ചോദ്യം വരുന്നത്. അടുത്തതായി 13ാമത്തെ ചോദ്യമാണ്. കോയിൻസ് റിലേറ്റഡ് ടു. കോയിൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോയിൻസ്. 2018 ഈ ചോദ്യം വരുന്നത്. 14ാമത്തെ ചോദ്യം. അക്കൗണ്ട്സ് പേയബിൾ ഈസ് എ ഡാഷ് ലയബിലിറ്റി. അക്കൗണ്ട്സ് പേയബിൾ ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. ഈ ചോദ്യം വരുന്നത് 2019. 15ാമത്തെ ചോദ്യം. നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓപ്പറേറ്റ് മാസ്ക്, അതായത് മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം കേരള. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉത്തരം KSEB ആണ്. 2018 ഈ ചോദ്യം വന്നിട്ടുള്ളത്. 16ാമത്തെ ചോദ്യം. ഇൻട്രസ്റ്റ് പേയബിൾ ഈസ് എ ഡാഷ്. ഉത്തരം ലയബിലിറ്റി. 2019 ഈ ചോദ്യം വന്നിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം. ഇയർ ഇൻ വിച്ച് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ്. 1964 IDBI ഫോം ചെയ്തത്. ഈ ചോദ്യം വരുന്നത് 2014. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കസ്റ്റമർ. ഈ ചോദ്യം വരുന്നത് 2017. അടുത്തതായി 19ാമത്തെ ചോദ്യം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റെപ്കോ. കണ്ണൂരാണ് റെപ്കോയിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ ചോദ്യം വരുന്നത് 2015. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ പാഞ്ചവർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 2018 ഈ ചോദ്യം വരുന്നത്. 21ാമത്തെ ചോദ്യം. കേരമിൽക്ക് ഈസ് ദി ബ്രാൻഡ് നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഉത്തരം കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. 2017 ഈ ചോദ്യം വരുന്നത്. 22ാമത്തെ ചോദ്യം. സെക്ഷൻ 83 ഓഫ് ദി KCS ആക്ട് 1969 ഡീൽസ് വിത്ത് അപ്പീൽ ടു ദെയർ അതോറിറ്റീസ്. സെക്ഷൻ 83 പറയുന്നത് അപ്പീൽ ടു ദെയർ അതോറിറ്റീസ് എന്നാണ്. 2019 ഈ ചോദ്യം വരുന്നത്. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ബയ്യർ. 2011 ഈ ചോദ്യം വരുന്നത്. പ്രൊഡൻഷ്യൽ അക്കൗണ്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് 1992 വന്നത്. 2012 ഈ ചോദ്യം വന്നത്. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എ സോൾ ട്രേഡർ ഈസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഈ ചോദ്യം വരുന്നത് 2009. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അടങ്ങുന്ന ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ
പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാർക്ക് ലഭിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം.